സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ കാണാനുണ്ടല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻ ഡിഷുകൾ കാണിക്കുന്ന കാരണം എല്ലാവരും ഞങ്ങളോട് നോൺ വെജിൻ്റെ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി ബീഫ് കൊണ്ടൊരു കട്ട്ലറ്റ് ചെയ്ത് കളയാന്ന്. അപ്പോൾ കുറച്ച് മിൻസ് ചെയ്ത ബീഫ് മേടിച്ചായത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ തട്ടിക്കൂട്ടി അതുകൊണ്ടൊരു കട്ട്ലറ്റ് തയ്യാറാക്കി. അപ്പോൾ മിൻസ് ചെയ്ത ബീഫ് നമുക്കുണ്ടെങ്കിൽ വളരെ എളുപ്പം ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാ ബീഫ്, നെയ്യില്ലാത്ത ബീഫ് മേടിച്ച് ഇത് വേവിച്ചെടുത്തിട്ട് വേണം കട്ട്ലറ്റ് മെടഞ്ഞ് വറുത്തെടുക്കാനായിട്ട്. ഇത് ഇപ്പോൾ സൗകര്യമാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ എല്ലായിടത്തുമൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലും കോൾഡ് സ്റ്റോറേജുകളിലും ഒക്കെ കിട്ടുമല്ലോ. അപ്പം ഞങ്ങൾ മിൻസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ തയ്യാറാക്കണത്. അപ്പം നിങ്ങളത് കണ്ടു നോക്കുക. എല്ലാവരും ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത പലതിലും ഉണ്ടാകുമല്ലോ. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പം ഞങ്ങൾ കിച്ചണിൽ പോയി അതിൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു 1/4 കിലോ ബീഫുണ്ട്. അത് നമ്മൾ മിൻസ് ചെയ്ത് വാങ്ങിച്ചതാട്ടോ. നമ്മൾ അങ്ങനെയായിട്ട് തന്നെ സ്റ്റോളിൽ നിന്ന് മേടിച്ചതാണ്. ബീഫാണ്. അതിലേക്ക് നമ്മൾ ഇതിന് കൂടാനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഒരു 10-12 കുരുമുളകും കൂടെ ചതച്ച് ചേർത്തു. ഇഞ്ചിയും കുരുമുളകും കൂടെ ഒന്നിച്ച് ചതച്ചു. എന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഇറച്ചിയിലേക്ക് ഇഞ്ചിയും കുരുമുളകും കൂടെ ചതച്ചത് ചേർത്ത് നമുക്ക് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് ഉപ്പും കുരുമുളകും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് നമുക്കൊരു വിസിലടിച്ചാൽ മതിയാവും. മിക്സ് ചെയ്തേക്കണതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. അടിയിൽ അങ്ങനെ പിടിച്ചു പോയാലോ. അങ്ങനെ നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇതിന്റെ എല്ലാ മിക്സിങ്ങും കൂടെ ഉരുളക്കിഴങ്ങും എല്ലാം ചേർക്കാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് കുക്കറിൽ ഇത് വേവിച്ചാലോ? വേവിക്കാം. ആകെ ചേർത്തേക്കണ ഇത്രയാട്ടോ ഉള്ളൂ. ഉപ്പ്, കുരുമുളക്, ഇഞ്ചി, പിന്നെ ഒരു വേവിക്കാൻ നേരത്തെ നമുക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തേക്കാം. എരിവിന് നമ്മൾ മുളക് പൊടി ഈ കൂടെ ഇപ്പൊ ചേർക്കൂല. അത് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോ ചെയ്യുമ്പോ കാണിച്ചു കൊടുക്കാം. കാണിക്കാം. അപ്പൊ നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി നമ്മതേ കുക്കറിലേക്ക് ചേർക്കും. ചുമ്മാ ഇട്ടാ മതി. കണ്ടോ, സ്വല്പം വെള്ളം ചേർക്കാം കേട്ടോ. അമ്മ പറഞ്ഞില്ലേ ഇതിന്ന് വെള്ളം വരും. എന്നാലും ഇനി അങ്ങനെ ഒരു പൊടിക്ക് ഇത് മതിയാവും. ഇത്രയും മതി. നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾ എപ്പോഴും നല്ലതാ. കുറച്ച് മതി അതിന് പാകത്തിനുള്ള. എൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇത് മതി. ഇത്രയല്ലേ മീറ്റ് ഉള്ളൂ. അത് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതാക്കിയേക്കാം. കൈ കൊണ്ട് തന്നെ. ഇപ്പൊ വെള്ളം അതിലേക്ക് വലിഞ്ഞു. പിന്നെ ഇറച്ചിന്ന് വെള്ളം ഇറങ്ങിക്കോളൂല്ലോ. പൂവൊക്കെ പാകാണ്. ഇനി നമുക്ക് വേവിച്ചാലോ? ഇതാദ്യം വേവിച്ചെടുക്കാം അല്ലേ? വേവിക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാം. കട്ട്ലറ്റ് കഴിക്കാൻ ധൃതിയായി. ആവും, പെട്ടെന്നാവും. ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ താമസമില്ലല്ലോ. നമുക്ക് കുക്കർ അടച്ചു കളയാം. അടച്ചോ. ഇത് ഒരു കാര്യം പറയാം. നമുക്കിപ്പോൾ നമ്മൾ ബീഫ് മേടിച്ച് കട്ട്ലറ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ബീഫ്, നെയ്യില്ലാത്ത ബീഫ് എടുക്കണം കേട്ടോ കട്ട്ലറ്റിന്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇവിടെ ചെന്നപ്പോൾ കോൾഡ് സ്റ്റോറേജ് ചെന്നപ്പോൾ ഇങ്ങനത്തെ ലോട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 1/4 കിലോ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നതാ മിൻസിങ്. അപ്പം പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. കഴുകി വാരി വേവിക്കാൻ വെച്ചാൽ മതി. മറ്റേ നമ്മൾ ബീഫാ മേടിക്കണമെങ്കിൽ ബീഫിന്റെ നെയ്യില്ലാത്ത പോർഷൻ നുറുക്കിയെടുത്തേച്ച് അത് വേവിച്ചെടുക്കണം ആദ്യം. കുക്കറിൽ ഇതുപോലെ അരപ്പല്ല, ഉപ്പും ഇഞ്ചിയും കുരുമുളകും ഒക്കെ ചേർത്ത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ഇതായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പൊ നമുക്ക് വെയിറ്റ് ഇടാറാകുമ്പോ വെയിറ്റ് ഇടാം. ഒരു വിസിൽ മതിയാവും. തീരെ നൈസല്ലേ, വെന്തോളും. പിന്നെ അതിലിരുന്ന ആ ആവി അതില് ഇരുന്നങ്ങ് വെന്ത് കിട്ടിക്കോളും. നമുക്ക് വെയിറ്റ് ഇട്ടാലോ? വിസിലടിക്കട്ടെ കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വേണം. ഫുൾ ഫ്ലെയിമിലാ വെയിറ്റ് ഇട്ടു.
നമ്മളിത് ഇപ്പൊ 2 വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോ അങ്ങ് ഓഫ് ചെയ്തിട്ട. ഇനി നമുക്ക് ഇതിന്റെ ആവി പോയി കഴിയുമ്പോ എടുത്തൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേവിക്കാം അത്രേ ഉള്ളൂ. ഇനി ഇത് തുറക്കാറാവട്ടെ, എന്നാൽ നമുക്ക് തുറന്ന് നോക്കിക്കളയാം. വിസിലടിച്ച് ഇത് ഓഫ് ചെയ്തിട്ടിരുന്ന ഇനി നമുക്കതൊക്കെ തണുപ്പായി ഒന്ന് ഊരി നോക്കാട്ടോ. വെന്തിട്ടുണ്ടാവും എന്തായാലും. ഇത്രയും നേരം ഇരുന്നാലേ കൊറേ നേരം ഇരുന്നു. നമുക്കൊന്ന് നോക്കാട്ടോ ഇതുങ്ങളുടെ ഈ നല്ല സ്മെല്ല്. അതെന്നാന്നോ ഇഞ്ചിയും കുരുമുളകും അതിന്റെ ഉപ്പും ടേസ്റ്റ് ചെയ്തോ തണുത്തിട്ടുണ്ട്. നമുക്കത് ഒരു കാര്യം ചെയ്യാൻ ഇച്ചിരി വെള്ളം പറ്റാനുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്താൽ വെള്ളം അങ്ങ് പറ്റിക്കാം. കട്ട്ലറ്റിന്റെ ആകുമ്പോ ഒട്ടും വെള്ളം പാടില്ല. ഉലത്താനാകുമ്പോ വേണമെങ്കിൽ ഇങ്ങനെ ഇഞ്ചി അല്ല മുളകൊക്കെ മൂപ്പിച്ച് ഇതങ്ങ് ഇട്ടാലും വെള്ളം പറ്റും. ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, ചൂടില്ല. തരാം. ശരിക്കും വെന്തു. ഇങ്ങനെയാണോ? എടുത്തു. ഞാൻ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പിടിച്ചിട്ടില്ല ഇഞ്ചി. ഇത് മതി. ഇനിയിപ്പൊ അരപ്പെല്ലാം മറ്റതിന്റെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് വേവിക്കുമ്പോ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. പിന്നെ അത് മതി. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞ് ഓഫ് ചെയ്യാട്ടോ. നമ്മള് ഗ്യാസ് ഒന്നോടെ ഓൺ ചെയ്ത് തുറന്നു വെച്ചതേ വെള്ളം വറ്റിച്ചത്. അതെ കേട്ടോ, കംപ്ലീറ്റ് വെള്ളം വറ്റി. ഇനി എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ? ഇത് നല്ല ചൂടോട് കൂടി ഇരിക്കുമല്ലേ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ അനുവദിക്കണം. തണുത്തിട്ട് നമ്മള് ഇന്നിത് ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ട് ചെയ്യണില്ല, നാളെ അത് ചെയ്യണത്. അപ്പൊ തണുത്ത് കഴിയുമ്പോ ഫ്രിഡ്ജിലേക്ക് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നാളെ നമുക്ക് ഉണ്ടാക്കാൻ നേരത്തെ ഇത് പുറത്തെടുക്കുക. പിന്നെ വേറെ പരിപാടികൾ ഇതിന് കുറെ ഉണ്ടല്ലോ, അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കാം കേട്ടോ. ഇപ്പൊ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുക. പ്ലാസ്റ്റിക്കിലേക്ക് ചൂടോട് കൂടി ഇടാൻ പറ്റൂല. ഇങ്ങനെ സ്റ്റീൽ ചെറിയ ചൂടാറി കഴിയുമ്പോ ഇതിന്റെ അടപ്പ് കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളിപ്പോ കുറെ ദിവസം കഴിഞ്ഞൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിങ്ങനെ റെഡിയാക്കി നല്ല അടപ്പുള്ള കണ്ടെയ്നറിൽ തന്നെ പിരിയോടുകൂടി അടപ്പുള്ള കണ്ടെയ്നറിൽ തന്നെ അടച്ച് ഫ്രീസറിൽ വെക്കണം. ഇതിപ്പോ നമ്മള് തണുത്ത് കഴിയുമ്പോൾ നാളെ എടുക്കാനുള്ളതുകൊണ്ട് ഫ്രിഡ്ജിലാണ് വെക്കണം. ചുമ്മാ സാധാ അടപ്പ് കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ നമ്മൾ കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ അമ്മ പറഞ്ഞില്ല, ശരിക്ക് പിരി ഉള്ള അടപ്പ് കൊണ്ട് അടയ്ക്കണം. എന്നിട്ട് ഫ്രീസറിൽ വെക്കണം ഈ സംഭവം, മീറ്റ് വേവിച്ചത്. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരാഴ്ച ഇത് കേടുകൂടാതെ ഇരുന്നോളൂ. ഫ്രീസറിലാണെങ്കിൽ ബീഫും മട്ടനും ഏതായാലും അങ്ങനെ ചെയ്യാം. ഫിഷും വേവിച്ചിട്ട് അങ്ങനെ വെക്കാം. പിന്നെ അതിൽ കൂടുതൽ ഇരുന്നാൽ ചിലപ്പോൾ രുചിക്ക് മാറ്റം വരുമോന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചെയ്യും. ഇതിപ്പോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇത് മേശപ്പുറത്ത് വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഒരടപ്പടച്ച് ഫ്രിഡ്ജിന്റെ തട്ടിൽ വെക്കും. നാളെ കാലത്ത് എടുക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ മീറ്റിന്റെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാ. അതിനായിട്ട് സവോള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വഴറ്റാൻ പോവാ ആദ്യം കേട്ടോ. പിന്നെ ആദ്യം തവയില് എണ്ണ ഒഴിച്ചു കേട്ടോ, വഴറ്റാനുള്ള എണ്ണ. ഇത് മതിയാവും. വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ആദ്യം എണ്ണ ചൂടായി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചതച്ചിടുക. പച്ചമുളക് 2 ഉള്ളൂ, ഇഞ്ചി 1 പീസ് ചതച്ചെടുത്തുട്ടോ. പച്ചമുളക് അരിഞ്ഞത്, കാരണം കുരുമുളകും ഒക്കെ ചേർക്കണതല്ലേ, അപ്പൊ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ ഒരു മീഡിയം സൈസ് സവോള ഉള്ളി വഴറ്റാനിടുക കേട്ടോ. ഇത് വഴന്നു കഴിയുമ്പോഴേ ബാക്കി ചേർക്കോളൂ കേട്ടോ. ഇത് വഴരട്ടെ. ഇത് ഹാഫ് ബോയിൽ ആയാൽ മതി കേട്ടോ. ഞാൻ മറ്റേ കട്ട്ലറ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയി കിട്ടുണ്ടാകുന്ന സവോള ഡീപ് ഫ്രൈ ആവണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി. ഇതൊന്ന് സെമി ഫ്രൈ ആവട്ടെ അല്ലേ. ഉപ്പിട്ടാ വേഗം ഫ്രൈ ആവില്ല. ഉപ്പ് ഇട്ടാ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. പെട്ടെന്ന് അല്ലെങ്കിൽ ഫ്രൈ ആവും. ഉപ്പിട്ടാ ഫ്രൈ ആവും, പക്ഷെ അത്രയും ഇട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇതിന്. മറ്റ് സംഗതികൾ ചേർക്കുമ്പോൾ പിന്നെ ഉപ്പ് ചേർത്താൽ മതി. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മീഡിയം മതി ഇത്, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഈ പാകത്തിന് മതി സവോള ഇഞ്ചിയൊക്കെ വഴന്നത്. കണ്ടോ പച്ചമുളക് കണ്ടു. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നമുക്ക് മുളക് പൊടി പൊടിക്കാട്ടോ ചേർക്കോളൂ. ആദ്യം നമുക്ക് കുരുമുളക് ചതച്ചത് അങ്ങ് ചേർക്കാം. കുരുമുളക് ചതച്ച് ഒരു 5-8 കുരുമുളക്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടോ കുരുമുളക് ചതച്ച് ചേർത്തു. മീഡിയത്തിലാട്ടോ ഫ്ലെയിം. പിന്നെ
മുളക് പൊടി ഇതേ ഒരു പൊടിക്ക് മതി. കാരണം മുളക് പൊടിയല്ല ഇതിന് ശരിക്കും കുരുമുളക് ഇഞ്ചിയുടെ ഒക്കെ എരിവാണ് വേണ്ടത്. ഇതിടുമ്പോ സ്ലോ ആക്കണ്ടേ? സ്ലോ സിമ്മിലാണ്, ഏറ്റവും സിമ്മിലാണ് ഇട്ടേക്കണത്. ഇത് ഗരം മസാല, ഗരം മസാല 1 സ്പൂൺ വേണം. കാരണം അത്രയും ഉണ്ട് നമുക്ക് മീറ്റ്. അത് മീറ്റിന്റെ അനുസരിച്ചിട്ടാ ഗരം മസാല. ഇനി ഇതൊന്ന് പച്ചപ്പ് മാറണം. സിമ്മിലിട്ടാണ് കൂട്ടോ ഈ സമയങ്ങളിലൊക്കെ ചെയ്യേണ്ട, പൊടി ചേർത്തത് കൊണ്ട്. നമുക്ക് ഇതിലേക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മീറ്റ് ചേർക്കണം. മീറ്റ് ഇട്ട് കുറച്ച് ഇളക്കി വെച്ച് ലാസ്റ്റ് പൊട്ടറ്റോ ചേർത്താൽ മതി കേട്ടോ. ഇത് ചെയ്യാം. മീറ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതാ. അതിനാ മീറ്റിന് ഇച്ചിരി ഫ്രൈനെസ് വേണം. അതുകൊണ്ടാണ് മീറ്റ് ചേർക്കണം. ലാസ്റ്റ് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചേക്കണം, ലാസ്റ്റ് ചേർക്കുള്ളൂ. മീറ്റ് ചേർത്താലോ? ചേർക്കാം. ഇന്നലെ നമ്മൾ വേവിച്ച് വെച്ചാ പറഞ്ഞില്ലേ? തണുപ്പൊക്കെ മാറ്റിയോ? പിന്നെ തണുപ്പൊക്കെ മാറ്റി. ഇന്നലെ വേവിച്ച് വെച്ചതാ. ഫ്രീസറിലല്ല വെച്ച. ഒരു ദിവസം കൊണ്ട് എടുക്കാനുള്ളത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വേവിച്ച് വെച്ചേക്കണമല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ദിവസം വെക്കുവാണെങ്കിൽ ഫ്രീസറിൽ വെക്കണമെന്നുള്ളത്. നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അന്നത്തെ പൊട്ടറ്റോ കേട്ടോ, ഫ്രൈ ആക്കി എടുക്കണം. സ്മെല്ല് വരുന്നുണ്ടോ? ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ, മീറ്റ് ഇട്ടത് കൊണ്ട്. സ്വല്പം, ഫുള്ളിലേക്ക് വേണ്ട, സ്ലോയിലും വേണ്ട, മീഡിയത്തിൽ കിടക്കട്ടെ അല്ലേ. മീറ്റ് നമ്മൾ ഒരുവിധം ഇതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മസാലയൊക്കെ ചേർത്തതാണ്, ഉപ്പും ചേർത്തതാണ് മീറ്റിന്. ഇനി അത് ഇന്നലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന, ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുക. ഇതിങ്ങടെ മിക്സ് ചെയ്തേച്ച് നമുക്ക് എന്തോരം ഉപ്പ് കുറവുണ്ടെന്ന് വെച്ച് ആ ഉപ്പ് ചേർക്കാം കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചു. അത് വേണം, കട്ട്ലറ്റിന് അങ്ങനെയല്ലേ, ശരിക്ക് ഇത് വേണം. ഇനി നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തം മിക്സ് ആക്കണം. മിക്സ് ആക്കി വെച്ച് ഇത് തണുക്കാൻ അനുവദിക്കണം, എന്നിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചൊന്ന് നോക്കാം, ഉപ്പ് പോരായി ഉണ്ടോ എങ്ങനെയാണെന്നുള്ളത്. പോരായി ഉണ്ടെങ്കിൽ ഇനി നീര് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വെച്ചാൽ ഇനി പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മിക്സായി വരാൻ താമസം എടുക്കും. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കട്ട കുട്ടിയൊക്കെ ഇരിക്കും പൊടി ഇട്ടാൽ. ഇപ്പൊ നീര് തളിക്കുക നല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ, കുഴപ്പമില്ലല്ലോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് ഉപ്പുനീര് തളിച്ചു കൊടുത്താലോ? ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യുക, എന്നിട്ട് ഉപ്പൊന്ന് നോക്കട്ടെ എങ്ങനെയാണ്. ഉപ്പ് കുറവാ, കുറച്ച് നീര് തളിച്ചു കൊടുക്കാം കേട്ടോ. കൊടുക്കാം. നീര് തളിച്ചു കൊടുക്കാം. ഇത് മതിയാവൂല്ലേ? നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ. നമ്മള് എല്ലാം മിക്സ് ആക്കി ഇത് തണുത്ത് കഴിഞ്ഞപ്പോ ആ മിക്സ് ഇതേ ഉരുട്ടിയതാ, ഒരു ഉണ്ട പോലെ ആക്കി. ഇനി നമുക്ക് ഓരോന്ന് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് ഉരുട്ടി മുക്കിയെടുക്കാം. എടുക്കട്ടെ? പിന്നെന്താ, തണുക്കാതെ നമ്മുടെ കൈ അതിലേക്ക് ചെല്ലൂല്ലല്ലോ നേതാ. കയ്യിൽ ഞാൻ സ്വല്പം ഒന്ന് നനച്ചിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. കൈ നനച്ചേച്ച് ഒന്നുമല്ലെങ്കിൽ വെള്ളത്തിൽ കൈ നനയ്ക്കുക, അല്ലെങ്കിൽ സ്വല്പം എണ്ണ തൂക്കുക. അത് ഏതെങ്കിലും ചെയ്താൽ മതി. ഉണ്ടയായിട്ട് ഓരോന്ന് ഇതിലേക്ക് വെച്ചേച്ച് പിന്നെ നമുക്ക് മുക്കാം അല്ലേ. മൊത്തം അങ്ങ് ഉരുട്ടട്ടെ എന്നാ. ബീഫ് കട്ട്ലറ്റ് അല്ലേ? ഇനി ഉരുട്ടിയത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തുക. വറക്കാൻ പാകത്തിനുള്ള പരപ്പട്ട പരത്തിയാണ്. ക്യൂട്ടാ അല്ലേ? ചെറുതാ. എല്ലാ ഭാഗവും ഈവൻ ഷേപ്പ്, എല്ലാ ഭാഗവും ഒരേപോലെ. അല്ലെങ്കിൽ ചിലയിടത്ത് വേവ് കയറും, ചിലയിടത്ത് കയറൂല, അങ്ങനെ വരും. അത് നമ്മൾ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇനി നമുക്ക് മുട്ടയിൽ മുക്കാട്ടാ. മുക്കട്ടെ? മുക്കിക്കോ. നമുക്കിതിലേക്ക് മുക്കാം. ബ്രെഡ് ക്രംസ് മുക്കി
വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്രൈങ് പാനിലേക്ക് തന്നെ വെക്കാം. അപ്പം പിന്നെ അതിൽ വെക്കാനുള്ളതേ ഉള്ളൂ. വേറെ തവയില നമ്മൾ വറക്കണത് കേട്ടോ. വെക്കട്ടെ? വെച്ചോ. വെക്കാം. ഓരോന്ന് അങ്ങനെ ചെയ്യാം. ഉരുട്ടി നമ്മൾ ബ്രെഡിൻ്റെ അതിൽ വെച്ചുകൊണ്ട് ഓരോ ഇച്ചിരി ബ്രെഡിൻ്റെ അതൊക്കെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അത് വിഷയമുള്ള കാര്യമില്ല, ഇതിൽ ചെയ്യേണ്ടതല്ലേ ഏതായാലും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വെച്ചതാണ്. മുട്ടയിലും മതി. ഇതിലേക്ക് മാറ്റാം. ഇനി ഓരോന്നും ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതേ പാത്രം അടുപ്പത്ത് വെച്ചു. ഗ്യാസ് ഓൺ ചെയ്യുക. വറക്കാനായിട്ട് എണ്ണ ഒഴിക്കാം. കഴിക്കാറായി. വറുത്ത് പോയി കഴിഞ്ഞാൽ അപ്പം റെഡി അല്ലേ? അതെ. വെള്ളം അധികം ഇല്ല, സ്വല്പം വെള്ളമുണ്ട്. അതങ്ങ് പറ്റിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കട്ടെ? എണ്ണ ഒഴിച്ചു. കൊറേ എണ്ണ ഉണ്ടല്ലോ. കൊറേ എണ്ണയുണ്ട്. ആട്ടെണ്ണയല്ലേ? നമുക്ക് എണ്ണ മൂത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. എണ്ണ വറക്കാനായിട്ട്. ഒരെണ്ണം കൂടെ വെക്കണം. വേണ്ട, കൺജഷനാവും. നമുക്ക് എണ്ണയിൽ മുങ്ങാത്ത ഭാഗം ഞാനത് പറയാറുണ്ട്. ഇങ്ങനെ അങ്ങ് കോരി ഒഴിച്ച് ആ ഭാഗത്തേക്ക് എണ്ണമയായി കേട്ടോ. ഇനി മറിച്ചിടാറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ടാൽ മതി. ഇപ്പം നമ്മൾ ഫുള്ളിൽ വെച്ചു. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റുക കേട്ടോ. മീഡിയത്തിലേക്ക് മാറ്റാം. കാരണം അല്ലെങ്കിൽ അകത്ത് ചിലപ്പോൾ വേവ് കയറൂല. അതാ പുറമേ കരിയുകയും ചെയ്യും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആദ്യം ഇട്ടങ്ങ് മറിക്കാം. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. സ്മെല്ല് വന്നിട്ടുണ്ട്. കളറും ആയില്ലേ? മറിക്കണ്ട. ഓരോന്നങ്ങ് മറിക്കാം. ഇനി അവിടെ കിടന്ന് വേവട്ടെ. ഈ ആവശ്യം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കോരാം. ഇനി നമുക്കിതേ മൂപ്പ് പാകായി. ഈ കളറ് പോരെ? മതി. നമുക്ക് കോരിയാലോ? കോരിയെടുക്കാം. എണ്ണ നെകക്കെ കിടന്ന് വറുത്ത് പോരണം കേട്ടോ. ഇതാ അങ്ങനെയാണ് വേണ്ട. അല്ലെങ്കിൽ എന്നാണോ എണ്ണ കുടിക്കും. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചാൽ അത്രയും നല്ലതാ. പിന്നെ ഞാൻ എന്നെ അധികം ഒഴിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ 2-3 വീതം വറുത്ത് പോരണോളൂ. ആവശ്യത്തിന് ഒഴിക്കുക. അത് കഴിഞ്ഞ് എണ്ണ പിന്നെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അധികം ഒഴിക്കാറില്ല. അത്യാവശ്യം നേക്കിയാട്ടോ ഒഴിക്കുള്ളൂ. ഇനി മാറ്റിയാലോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ, see you.